അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മനസ്സിലാക്കലും അവിടുത്തെ മദ്ഹുകൾ ചൊല്ലലും അവിടേക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കലും മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അത് നമ്മൾ ഒരിക്കലും അതുകൊണ്ട് പിന്നാക്കം പോകരുത്. വഹാബികളുടെ പ്രസ്താവനകളും വഹാബികളുടെ ആശയങ്ങളും ഒരു നിലക്ക് നിങ്ങൾ കണ്ണോടിക്കുകയോ ചെവി കേൾക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പുകഴ്ത്തുന്നത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് മൗലിദ് ചൊല്ലരുത് എന്നാണ്. എല്ലാത്തിനും ഹദീസാണ്. വളച്ചൊട്ടിച്ചങ്ങട് വെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിന് അള്ളാന്റെ ഖുർആനും ഹദീസും വെച്ച് കളിക്കണ്ട കേട്ടോ. അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടതാ നമ്മളൊക്കെ. ക്രിസ്ത്യാനികൾ ചെയ്യും. റസൂലുള്ളാഹ് പറഞ്ഞൂടെ എന്റെ മദ്ഹ് നിങ്ങൾ ചൊല്ലരുത്. അങ്ങനെ പറയാതെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്റെ മദ്ഹ് ചൊല്ലണം. പക്ഷെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ പറയരുത്. എന്താ ക്രിസ്ത്യാനികൾ പറഞ്ഞത്? യേശു ദൈവമാണ്, ദൈവപുത്രനാണ് എന്നാണ്. നമ്മൾ പറയുന്നതോ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടെ അല്ലാഹുവിന്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 2846 ഹദീസ്. മദീന പള്ളിയിൽ 2 മെമ്പർ ഉണ്ടായ സംഭവം നമുക്കൊക്കെ അറിയാം അല്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ ലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി. മദീന പള്ളിയിൽ എക്സ്ട്രാ ഒരു മെമ്പർ ഉണ്ടാക്കി നബിതങ്ങൾ. എക്സ്ട്രാ മെമ്പർ. നബിതങ്ങളുടെ പള്ളിയിൽ അന്ന് 2 മെമ്പർ ഉണ്ടായിരുന്നു. എന്തിനാ ഒന്ന് യുഫാഖിറു അൻ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മൗലിദ് പാടാൻ, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടാൻ. മദീന പള്ളിയിൽ സ്റ്റേജ് കെട്ടിക്കൊടുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ചൊല്ലരുതെന്ന് പറയാൻ നിങ്ങൾ ആരാണ് സഹോദരങ്ങളെ? നിങ്ങൾക്ക് എന്താണ് മുത്തുനബിയുമായി ബന്ധം? ആ മുത്തുനബി മദീന പള്ളിയിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. മാത്രല്ല ദുആ ചെയ്തു കൊടുക്കാണ്. ആ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുന്ന ഹസ്സാനെ കണ്ടപ്പോ ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിർറൂഹിൽ ഖുദ്സ് മാ യുഫാഖിറു അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന കാലമത്രയും ഹസ്സാന് ജിബ്രീലിന്റെ സഹായം നൽകണേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത്? അതുകൂടെ നമുക്ക് അറിയണ്ടേ? വല്ലാത്തൊരു ഒരു മനോഹരമായ മുത്തുനബിയുടെ ശരീരത്തെ, ആ ശാരീരിക ഭംഗിയെ പോലും വർണ്ണിച്ചുകൊണ്ട് പാടാൻ. അങ്ങയെപ്പോലെ ഉത്തമനായ ഒരു മനുഷ്യനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. അങ്ങയെപ്പോലെ മൊഞ്ചനായ ഒരു മനുഷ്യനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. ഏത്? ഹസ്സാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്ന് പാടാൻ. എന്നിട്ടോ അങ്ങ് പടയ്ക്കപ്പെട്ടത് ഒരു ന്യൂനതയുമില്ലാതെയാണ് നബിയെ. പിന്നെ പറഞ്ഞതോ ഇന്നാണ് ഹസ്സാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവ പാടിക്കഴിഞ്ഞാൽ ഹസ്സാനും. പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ, നിങ്ങൾ കേട്ടില്ല? ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത്.